രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടിരിക്കുന്നു. ഇത് പെട്ടതാണോ പെടുത്തിയതാണോ? രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ തന്നെ പെട്ടതാണ്. കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണ് അദ്ദേഹം പെട്ടത്. അപ്പൊ ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് അതിപ്പം കോടതിയാണ് നിശ്ചയിക്കേണ്ടത്. പക്ഷേ എങ്കിലും ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ 2 സമാനമായ കേസുകളിൽ ഒന്നില് മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട്, മറ്റൊന്നില് അറസ്റ്റ് എന്നുള്ള ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അത് ഹൈക്കോടതിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. സമാനമായ കേസ് തന്നെയാണ് ഈ ഇപ്പോഴത്തെ വന്നിരിക്കുന്ന കേസ്. ഇതിനകത്ത് ശനിയാഴ്ച രാത്രിയിൽ പോയി നാടകീയമായിട്ടാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ഞായറാഴ്ച സ്വാഭാവികമായിട്ടും റിമാൻഡ് ചെയ്യപ്പെടും. അതുകൊണ്ട് ജാമ്യം കിട്ടില്ല എന്ന് ഉറപ്പാക്കി. ഒരു സംശയം ചോദിക്കണം, അറസ്റ്റിൽ നിന്നുള്ള ആശ്വാസം എത്ര? അതിനൊരു ഡെഡ് ലൈൻ ഉണ്ടായിരുന്നില്ല? അത് എനിക്ക് ജനുവരി 24 സംശയം. അപ്പൊ അതിനിടയ്ക്ക് അറസ്റ്റ് ചെയ്താൽ നിയമവിരുദ്ധമല്ലേ? അല്ലത് വേറെ കേസാണ്, വേറെ കേസ്, മൂന്നാമത്തെ കേസാണ്. ക്ലിയർ ആയി. പക്ഷെ എന്നാലും ഇതിനകത്ത് കോടതിയെ വെല്ലുവിളിക്കുന്ന ഒരു വെല്ലുവിളി നിലനിൽക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാല് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്, എപ്പോഴാണോ ചോദ്യം ചെയ്യാൻ ആവശ്യം അപ്പോൾ ഞാൻ ഹാജരായിക്കൊള്ളാം എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഈ നാടകീയത സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇല്ല എന്നുള്ളൊരു ചോദ്യം. അത് പക്ഷെ നിലവിലുള്ള കേസിലാണ് സർ, നിലവിലുള്ള കേസിലാണ്, മൂന്നാമത്തെ കേസിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും വിളിച്ചു വരുത്തി വരാവുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് ഇയാൾ. അപ്പൊ ഈ നാടകീയത അവസ്ഥയില്ല. അപ്പൊ ഇതിനകത്ത് കാര്യം കൂടെ ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെടുകയാണ്. അതായത് ഇദ്ദേഹത്തിന് ഐഡന്റിറ്റി കാർഡിന്റെ കേസുണ്ടല്ലോ, ഇമ്പോസ്റ്റർ. ആ കേസിൽ ഇതുപോലെ വളഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തത്. വെളുപ്പാങ്കാലത്ത് ഇവിടെ തന്നെ ഉള്ള ഒരാളിനെ അദ്ദേഹത്തിന്റെ അടൂരിലുള്ള വീട്ടിൽ പോലീസ് വളഞ്ഞ് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അന്നും അറസ്റ്റ് ചെയ്തത്, ഈ പെൺകേസ് വരുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു സൈക്കോപാത്ത് ആണെന്നുള്ളതിൽ നമുക്കൊരു സംശയമില്ല. കാര്യം അതൊരു സമാനമായ ഒരു കുറ്റവാസനയാണ് എല്ലാ കേസുകളിലും സമാനമായിട്ട് കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ മൂന്നാമത്തെ കേസിലും കൊടുത്തിരിക്കുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധപ്പെട്ടു എന്നാണ്. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു കുറ്റവാസനയുള്ള സ്വഭാവ വൈകല്യം അല്ലെങ്കിൽ രതിവൈകൃതമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മുടെ മുമ്പിൽ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലം അനുസരിച്ചിട്ട് പോലും നമുക്ക് മനസ്സിലാവുന്ന സംഗതി. അപ്പൊ ഇതിനകത്തെല്ലാം ഒരേപോലെ ഗർഭഛിദ്രത്തിന്റെ കേസുകൾ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ പിടിച്ച് ഈ നാടകീയ ഒരു അവസ്ഥയിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ സംസ്ഥാന സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകമെന്ന് എനിക്ക് തോന്നുന്നത് ഈ സ്വർണ്ണക്കൊള്ളയും തന്ത്രിയുടെ അറസ്റ്റും മന്ത്രിയിലേക്ക് അറസ്റ്റ് വരാത്ത അവസ്ഥയൊക്കെയുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിനൊരു മറയായിട്ട് ഒരു മറ സൃഷ്ടിച്ചിട്ട് ജനങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് സർക്കാർ ഉപയോഗിച്ചെന്നുള്ളത് ഞാൻ സംശയമില്ല. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ പിടിച്ച് ഞങ്ങൾ അഴിക്കകത്തിട്ടു എന്ന ഒരു ജനങ്ങളുടെ മുമ്പിൽ പറയാനും അതിന്റെ ഒരു ക്രെഡിറ്റ് എടുക്കാനുള്ള ശ്രമവും രാഷ്ട്രീയമായ ഒരു നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അഹമ്മദ് മാഷിനോട് ഒരു സംശയമായിട്ട് ഞാൻ ചോദിച്ചോട്ടെ, സഖിമാരോടൊപ്പം എന്നുള്ള ഖുഷ്വന്ത് സിംഗിന്റെ പ്രസിദ്ധമായിട്ടുള്ള വായിച്ചിട്ടുള്ളല്ലോ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള ബന്ധങ്ങളെന്ന് പറയുന്നത് ഇന്നത്തെ പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയുടെ കാലത്ത് വളരെ വളരെ ഇൻ റിലേഷൻ എന്നാണ് ഫേസ്ബുക്കിൽ തന്നെ എഴുതി വയ്ക്കുന്നത്. അങ്ങനെയുള്ള ബന്ധങ്ങൾ ധാരാളമായിട്ടുള്ള ഒരു പുതിയ തലമുറയാണ്. നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ജെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജെൻസി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് ഈ ബന്ധപ്പെടുക എന്ന് പറയുന്നത് ഒരു സൈക്കോ ആണ് എന്ന് കരുതുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ ബന്ധപ്പെടലുകളെല്ലാം അദ്ദേഹം പറയുന്ന പോലെ പരസ്പര ഉഭയസമ്മതപ്രകാരമായിരുന്നു എന്നുള്ള ആ തിയറി നിലനിൽക്കുന്നതാണ്. മാഷിന് എന്തുവാണ് ഈ കാര്യത്തിലുള്ളത്? അല്ല, ഒന്നാമത്തെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേരെ വന്ന ആരോപണങ്ങളൊക്കെ ഇപ്പൊ മൂന്നേ ഉള്ളൂ. പക്ഷേ KPCCയുടെ കയ്യിൽ തന്നെ കിട്ടിയത് 30-ലേറെ ഉണ്ട്, AICCയുടെ കയ്യിൽ വേറെ ഉണ്ട്. ഇനി ഈ ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഇപ്പോ ഒരു കേസിലെങ്കിലും ഞാനിതിൽ കാണുന്ന പോസിറ്റീവായ കാര്യം അതിന്റെ രാഷ്ട്രീയമായ ഗുണദോഷങ്ങളൊക്കെ LDFന്റെ അവകാശവാദങ്ങൾ വരട്ടെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു LDFനേക്കാൾ ഇതിന്റെ ഉള്ളിൽ ആഹ്ലാദപൂർവ്വം ഇതിനെ സ്വീകരിക്കുന്ന ഒരാൾ VD സതീശനായിരിക്കും. ആർക്ക് സന്തോഷം ഉണ്ടാവട്ടെ. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരം കേസുകൾ ഇരകളാകുന്ന മനുഷ്യർക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. അത് സാങ്കേതികമായും നിയമപരമായും ഒക്കെ എത്ര തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞാലും ഒരു ദിവസമെങ്കിലും കാരണം നിയമത്തെ എത്ര സമർത്ഥമായിട്ടാണ് അവർ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ എന്താ, ഇദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിക്ക് നല്ല മാതൃകയുണ്ടല്ലോ. ഇതിന് സമാനമായ കേസ് വന്നപ്പോൾ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി ചെയ്തത് എന്താ? ഞാൻ അന്ന് ഒരു പ്രസ് റിലീസ് കണ്ടിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി ഇറക്കിയ റിലീസ്. ആദരണീയനായ മുഖ്യമന്ത്രി ഇന്ന് അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഹാജരാകുന്നു.
ആവശ്യമായത്ര സമയം ഇന്ന് സമ്പൂർണ്ണമായും അദ്ദേഹം അന്വേഷണത്തിന് മാറ്റിവെച്ചിരിക്കുകയാണ്. പോയി ഇരുന്ന് കൊടുത്തില്ലേ സർ? 11 മണിക്കൂർ ഇരുന്ന് കൊടുത്തില്ലേ? തീർച്ചയായിട്ടും. ആ പാർട്ടിയുടെ അനുയായിയല്ലേ ഇവൻ? അവൻ എന്തിനാണ് ഈ ഒളിച്ചു പാർത്തിട്ട് ഈ മുൻകൂർ ജാമ്യം കിട്ടുന്നതുവരെ കാത്തിരിക്കുന്നത്? ഇനി അടുത്ത കേസിൽ മുൻകൂർ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള വിധി വാങ്ങുന്നത്. രണ്ടാമതൊരു നിയമത്തിന്റെ മുമ്പിൽ നിരപരാധിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നേരെ ചൊവ്വേ സാറ് പറഞ്ഞ പോലെ ഇതൊരു നിസ്സാരമായ കുറ്റമാണെങ്കിൽ, ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ, സാറ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടല്ലോ, വഴിവിട്ട ബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ മനുഷ്യർ തമ്മിലുള്ള ലൈംഗിക ബന്ധം ഇന്ത്യയിൽ കുറ്റകരമേ അല്ല. അതുകൊണ്ട് തന്നെ അത് എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്കൽ ഇഷ്യൂവുമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കോഴിക്കോട് ഐസ്ക്രീം കേസ് പോലും എപ്പോഴാണ് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആകുന്നത്? കോഴിക്കോട്ടങ്ങാടിയിലെ പേര് കേട്ട സ്റ്റാർ വേശ്യകളെയാണ് അന്ന് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ഉപയോഗിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. അത് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്, കല്ലട സുകുമാരൻ്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. അവർക്ക് അന്ന് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ കൂടിയ റേറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് പൊളിറ്റിക്കൽ ഇഷ്യൂ ആകുന്നത് കോടതികളെ വിലക്ക് വാങ്ങിയിട്ട് അറസ്റ്റിനെ അതിജീവിക്കാൻ, പ്രതി ചേർക്കപ്പെടാതിരിക്കാൻ, ചേർക്കപ്പെട്ട പ്രതികളെ മാറ്റാനൊക്കെ അദ്ദേഹം ശ്രമിക്കുമ്പോഴാണ്. അതല്ലാത്ത പൊളിറ്റിക്കൽ ഇഷ്യൂ എന്താ ഉള്ളത്? അതേ സമയത്ത് അതിന് സമാനമായൊരു കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. ഒന്ന്, ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ ആ 2 മനുഷ്യരുടെ മരണം വരെ പരാതി വരാൻ പാടില്ല. പരാതിപ്പെട്ടാൽ അത് എവിടെയോ ഈ ഉഭയകക്ഷി സമ്മതം വിട്ടുപോയി എന്നതിൻ്റെ അർത്ഥം. കൺസെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്ക് തമ്മിൽ കാണാം എന്ന് സമ്മതിക്കുന്നതല്ല കൺസെന്റ്. ഈ കേസിൽ ഈ കുട്ടി പറയുന്നുണ്ട്, ആ കുട്ടി പരസ്യമായിട്ട് പറയുന്നത് മീഡിയയിലൊക്കെ വന്നല്ലോ, എനിക്ക് കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കാണാൻ തീരുമാനിച്ച് ശരിയാണ്, ഞാൻ പോയതും ശരിയാണ്, പക്ഷെ ഞാൻ കയറിയ ഉടനെ വാതിലടച്ച് ഇവൻ കയറി ആക്രമിക്കുകയാണ്. ഈ കുട്ടിയുടെ മെൻസസ് സമയമായിരുന്നു അത്രേ. അതിഭീകരമായ ആക്രമണമാണ് അവൻ അഴിച്ചുവിട്ടതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ആ കുട്ടി ഗർഭിണിയാവുന്നു. ഗർഭിണിയായപ്പോൾ എല്ലാവരോടും ഒരു സൈക്കോപാത്ത് എന്നുള്ള പ്രയോഗം ഇവന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ഹാബിച്വൽ ഒഫൻഡർ ആണെങ്കിൽ ഇവനെ കുറിച്ച് സാമാന്യമായി ഇത്തരം ഇരകളായവർ ഇപ്പോഴും മിണ്ടാതിരിക്കുന്നവരും ഇനി മിണ്ടാൻ പോകുന്നവരും, ഒരു പക്ഷേ ഈ വന്ന പരാതിക്കാര് 30 വെച്ചോളൂ, അത് 3000 അല്ലാന്ന് ആര് കണ്ടു? അതെ, തീർച്ചയായിട്ടും. മാത്രമല്ല അവർക്കൊക്കെ കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. എന്ത് വഴിവിട്ടായാലും, ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്, ഇത് എൻ്റെ മക്കൾക്കും ആർക്കും വരാവുന്ന അനുഭവമാണല്ലോ, എന്ത് വഴിവിട്ടായാലും 24 മണിക്കൂറെങ്കിലും ഇവനെ വളഞ്ഞിട്ട് പിടിച്ച്, സാല് പറയുന്ന പോലെ കാലേക്കൂട്ടി വിവരങ്ങളൊക്കെ കൊടുത്തിരുന്നെങ്കിൽ എന്തോ ഒരു എന്താ പറയുക പുണ്യവാളനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പിറ്റേന്ന് രാവിലെ അദ്ദേഹം നിങ്ങളുടെ പേരിൽ 3ാമതൊരു പരാതി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഉടനെ ചെന്ന് പോലീസിനെ കാണുമായിരുന്നു ഇവനെന്നാണ് നമ്മൾ ധരിക്കേണ്ടത്. അതുകൊണ്ട് എന്ത് വഴിവിട്ട മാർഗത്തിലാണെങ്കിലും ഇവനെ പിടിച്ച് അകത്തിട്ടോ. അതിന് സാറ് ഈ പറഞ്ഞ പോലെ എന്ത് ഹീറോയിസം കാണിച്ചാൽ, അവൻ പറയുന്നതൊക്കെ ശരിയായിരിക്കും. ചിലപ്പോൾ ഞാൻ അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിച്ചാൽ എനിക്ക് കോൺഗ്രസും വേണ്ട, ഇടതുപക്ഷവും വേണ്ട, BJPയും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കുമെന്നൊക്കെ ഈ പാവങ്ങളായ മലയാളി വോട്ടർമാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ഇവൻ പറയുന്നതിൽ എത്ര തന്നെ ശരിയുണ്ടായാലും, അല്ലെങ്കിൽ അവനെപ്പോലെ സൈക്കോപാത്ത് അസുഖങ്ങളുള്ള മാസ് ഹിസ്റ്റീരിയ നമ്മുടെ വോട്ടർമാർക്കും ബാധിച്ചാൽ പോലും ഇപ്പൊ ചെയ്ത കാലത്തിന്റെ നീതി എന്ന് പറയുന്നത് 24 മണിക്കൂറെങ്കിലും അകത്തിട്ടിട്ട് ഇനി ഒരുത്തൻ്റെ മുഖം കാണാൻ ധൈര്യമില്ല എന്ന് ഇപ്പൊ പറയുന്നത് നമ്മൾ കണ്ടില്ലേ. അവൻ്റെ നാട്ടുകാർ കാണാൻ ചെന്നിട്ട് പോലും കാണാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ദിവസമെങ്കിലും ഷോക്ക് ട്രീറ്റ്മെന്റ് ഈ സൈക്കോപാത്തിന് കൊടുത്തില്ലെങ്കിൽ മനസാക്ഷി ഉള്ള മനുഷ്യർക്ക് ഇവിടെ ജീവിച്ചിരിക്കാൻ പറ്റില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ഉദാഹരണത്തിന് സ്ത്രീ സുരക്ഷയ്ക്കുള്ള നിയമങ്ങൾ, അതേപോലെ ഈ അറസ്റ്റിലേക്ക് നീങ്ങി, ഇതെല്ലാം സ്ത്രീ സുരക്ഷയെ കേന്ദ്രീകരിച്ചുള്ള സാധനങ്ങളാണ്. പക്ഷെ ആ ഉദ്ദേശത്തിലല്ല ഇതൊക്കെ ഉപയോഗിക്കപ്പെടുന്നത്. അവിടെയാണ് ഇതിന്റെ പാളിച്ച വരുന്നത്. അവിടെയാണ് ഒരു ഉദാഹരണത്തിന് ഇപ്പം ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന ആശ്വാസം മറ്റൊരു സമാന കേസിൽ മജിസ്ട്രേറ്റ് കോടതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോടതിയുടെ ഒരു നിലപാടിന്റെ സ്പിരിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ബാധ്യത. അത് ഈ സർക്കാരിന്റെ നടപടിയിൽ അതിനെ ലംഘിച്ചതായിട്ട് കാണുന്നുണ്ട്. നമ്മളൊരു കേസിന് നമുക്ക് ശരിയാണ്, ഈ രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന വ്യക്തിയെ സമൂഹത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ ജീവിക്കാൻ വിടുന്നത് അപകടകരമാണ്. തീർച്ചയായും ഒരു സംശയമില്ലാത്ത കാര്യമാണത്. കാര്യം അദ്ദേഹത്തിന് മാഷ് പറഞ്ഞതുപോലെ 30,000-3000 കേസുകളുണ്ടാകും. കാരണം ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലുള്ളവർ, കാരണം യാതൊരു വിധമായ എമ്പതിയുള്ള മനുഷ്യരായിരിക്കത്തില്ല. അതുമാത്രമല്ല, ഇയാൾ ഈ പറഞ്ഞതുപോലെ വളരെ സമർത്ഥമായിട്ടാണ് ഇപ്പൊ ഈ പെൺകുട്ടിയെ കുറിച്ച് പറയുന്നത്. 3 ബെഡ്റൂം ഫ്ലാറ്റ് വരെ ഈ പെൺകുട്ടിയെ വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയിൽ ഇയാൾ ചെലുത്തിയ ഒരു സ്വാധീനം നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് ശേഷിയുള്ള വ്യക്തിയാണ്. മാത്രമല്ല അതർവൈസ് ഈസ് എ ബ്രില്യൻ ഗായ്. പഠിക്കാൻ സമർത്ഥനായിരുന്നു, സംസാരിക്കാൻ മിടുക്കനാണ്, സമർത്ഥനാണ്, ഇതൊക്കെയുണ്ട്.
പക്ഷെ ഇയാളെ പോലുള്ള ഒരു വ്യക്തി യഥാർത്ഥത്തിൽ അകത്ത് കിടക്കേണ്ട വ്യക്തിയാണ്, അതല്ലെങ്കിൽ സ്വഭാവത്തിന് പരിവർത്തനം വരണം. പക്ഷെ ഇവിടെ ഞാൻ പറയുന്ന പ്രശ്നം, ഇവിടെ സ്റ്റേറ്റ് അതിന് ഇവിടെ മറ്റൊരു ചില വിഷയങ്ങളെ മറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം നമ്മുടെ ശബരിമല ഇഷ്യൂ, അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മറയായിട്ട് സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റും. യോജിക്കണ്ട. അതിന്റെ പേരിൽ പണിഷ്മെന്റ്, ആ തെറ്റിനുള്ള പണിഷ്മെന്റ് പിണറായി വിജയന് കൊടുത്തുകൊള്ളട്ടെ ജനം. എങ്കിലും രാഹുൽ അകത്ത് കിടക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിന്റെ ഒരു വൈകാരികമായ തലം പറയണേ. തീർച്ചയായിട്ടും വൈകാരികമാണ്, അത് നിയമപരമല്ല. അത് ഒരു നൈതികതയുടെ ഒരു നമ്മുടെ ഒരു ബോധ്യം കൂടിയാണ്. അതിപ്പോ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ സാർ, VS അച്യുതാനന്ദന്റെ പൂച്ചകള് മൂന്നാറിൽ നിരപ്പാക്കാൻ പോയില്ലേ? നമ്മുടെ ഈ ഇന്റലക്ച്വൽ ഡിസ്കോഴ്സ് എന്തായിരുന്നു അന്ന്? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്ന് നിയമപരമായി അത് നിരപ്പാക്കേണ്ടതുണ്ടോ, തകർക്കേണ്ടതുണ്ടോ, അതിന്റെ ക്ലെയിം എടുത്താൽ പോരെ? ഗവൺമെന്റ് അറ്റാച്ച് ചെയ്താൽ പോരെ? ഗവൺമെന്റ് അറ്റാച്ച് ചെയ്താൽ പുഷ്പം പോലെ അത് തിരിച്ചു വാങ്ങാൻ ഈ മുതലാളിമാർക്ക് പറ്റും. തകർക്കുക തന്നെയാണ് അന്ന് കൊടുക്കേണ്ട നല്ല ഡോസ്. അത് വേണമെങ്കിൽ വൈകാരികമാണ് ആ സ്റ്റാൻഡ് എന്ന് പറയാം. ഞാൻ അന്ന് അതേ സ്റ്റാൻഡ് എടുത്തതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു നാടകീയ അറസ്റ്റ്, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങും നോക്കണം, ഇയാളുടെ ഒരേ ചിരിച്ച മുഖമായിരിക്കും എപ്പോഴും പ്രകടമാകുന്നത്. അത് ഒരു അസാധ്യമായ ഒരു എന്റെ സാറേ, ഈ ഭൂമിയിൽ സാറിന് എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നതാണല്ലോ, ഭൂമിയിൽ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാരാണ്? ക്രിമിനൽസ് ആണ്. അതെ, ക്രിമിനൽസ്. പോലീസിനേക്കാൾ ബുദ്ധി കള്ളനുണ്ടെന്ന് തീർച്ചയായിട്ടും. എന്താ നമ്മൾ തർക്കമുള്ളത്? 2, ഭൂമിയിൽ ഏറ്റവും മികച്ച നടന്മാരാരാണ്? ക്രിമിനൽസ് ആണ്. അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ എങ്ങനെയാ സാർ കള്ളത്തരം കാണിക്കുക? തീർച്ചയായിട്ടും. നിങ്ങൾ പിന്നെ തണ്ണീർമത്തൻ ഡേയ്സ് എന്ന് പറഞ്ഞ സിനിമ ഒന്ന് ഓർത്താൽ മതി. അവനെപ്പോലെ ഒരു ജീനിയസ് വേറെ ഇല്ല, അവനെപ്പോലെ ആളുകളെ സ്വാധീനിക്കുന്ന കരിഷ്മാറ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഇല്ല. സൈക്കോപാത്തായിരുന്നു എന്ന് വളരെ വളരെ വൈകിയല്ലേ അറിയുന്നത്. എത്ര പേര് ഇരയായി. ഇപ്പൊ സാറ് പറഞ്ഞ ഇരയെന്ന് ആലോചിച്ച് നോക്കൂ. ഇവൻ എന്ത് വിത്തുകളയാണ് സാർ? ഇവനൊരു പെണ്ണ് അവനിൽ ആകൃഷ്ടനാകുക മാത്രമല്ല, അവന്റെ കണ്ടീഷൻസ് മുഴുവൻ പാലിക്കുക. 3 BHK ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുക്കണം. ഇവള് വിദേശത്താണ് എന്നുള്ളതുകൊണ്ട് അവർക്ക് ശേഷി മനസ്സിലാക്കി ആവശ്യപ്പെടുകയാണ്. വാടക എടുത്തു കൊടുത്താൽ പോരാ, ഒരു മുറി എടുത്തു കൊടുത്താൽ പോരാ, ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുക്കണം അവൻ എന്നേക്കുമായിട്ട്. എന്നിട്ടോ ഒറ്റ തവണ ഇവന്റെ ആക്രമണത്തിന് വിധേയമാകാൻ വേണ്ടി മാത്രമാണ് ആ കുട്ടി അത് ചെയ്തു കൊടുക്കുന്നത്. അത് സ്ത്രീ ആരാവട്ടെ. ഇവിടെയാണ് വേറൊരു വലിയ വിഷയങ്ങളെ കൊണ്ട് ഭാഷ. ഒരു പെൺകുട്ടി, വിവാഹിതയായ ഒരു പെൺകുട്ടി ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു, ഞാൻ സ്വതന്ത്രനായി മത്സരിച്ചാലും ജയിച്ചു വരും എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ കേരള സൊസൈറ്റിയുടെ ഒരു വേറൊരു തലത്തിൽ നോക്കുന്ന ഓഫ്കോഴ്സ് അത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയം. എന്താണ് നമ്മുടെ മനോനില? രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പാണ് ഇയാളുടെ ഏറ്റവും പീഡിതമായ 1 മുതൽ 5 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പീഡിതമായ രീതിയിൽ ഉണ്ടായിരുന്നൊരു ബാല്യമായി ആയിരിക്കാം. ശരിയാണ്. അല്ല, മനഃശാസ്ത്രപരമായ ഒരു പഠനം ആവശ്യമാണത്. അയാളൊരു വ്യക്തിമായിട്ട് പോലും നമ്മൾ കാണണം. ചെറുപ്പത്തിൽ അടിച്ചമർത്തപ്പെട്ടവരാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഒരു സംശയമില്ല. മാത്രമല്ല അയാൾ ഫീമെയിൽ എനർജി, അല്ലെങ്കിൽ ആ ഫീമെയിൽ എനർജി അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഭയങ്കരമായ കോൺഫ്ലിക്റ്റിലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ അമ്മയും ഇദ്ദേഹവും തമ്മിലുള്ള ബന്ധം നമുക്ക് പഠനവിധേയമാക്കേണ്ടതാണ്. ഒരു സ്വതന്ത്ര നമുക്കൊരു തീർച്ചയായിട്ടും. കാരണം ഈഡിപ്പസ് കോംപ്ലക്സ് അല്ല, അമ്മയുമായിട്ട് ബന്ധമുള്ള, നല്ല ബന്ധമുള്ള ഒരു മകൻ ഒരിക്കലും വയലന്റ് ആവില്ലല്ലോ. കാരണം അയാളുടെ ജീവിതത്തിൽ ആദ്യത്തെ ഫെമിനൈൻ അല്ലെങ്കിൽ അമ്മയാണ്. അതെ, തീർച്ചയായിട്ടും. ആ അമ്മയുമായിട്ട്, ആ ഫീമെയിൽ എനർജിയുമായിട്ട് ഒരു സൗമ്യ ബന്ധമുള്ള വ്യക്തിക്ക് ഒരിക്കലും ഒരു സ്ത്രീയെ ഈ രീതിയിലേക്ക് അതെ, അമ്മയുടെ ശരീരത്തിന്റെ ചൂട് അക്ഷരാർത്ഥത്തിൽ ഏറ്റുവാങ്ങിയ ഒരു പുരുഷനും ഒരു സ്ത്രീ ശരീരത്തെ ഉപദ്രവിക്കാൻ പോകില്ല, വേദനിപ്പിക്കാൻ. നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം എന്താ അറിയോ? എന്തുകൊണ്ട് ഈ അമ്മയും ഇയാളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അപ്പൊ അവിടെയാണ് വേറൊരു പുരുഷനും തീർച്ചയായിട്ടും ഇപ്പോ ആ സ്ത്രീ അനുഭവിക്കുക, ആ ഒരു അമ്മ ഇന്ന് കേരളത്തിലെ അമ്മമാർ അനുഭവിക്കുന്ന വിഷയമാണ്. സത്യമാണ്. അല്ല ജ്യോതിർഗർ സാർ, ഇപ്പൊ ഈ പറഞ്ഞത് വളരെ വലിയൊരു വിഷയമാണ്, മറ്റൊരു ലോകമാണ്, നമ്മൾ പഠിക്കേണ്ട, റിസർച്ച് ചെയ്യേണ്ട ഒരു വിഷയം. സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ചില അക്കാഡമിക് സ്റ്റഡീസിന് പ്രേരകമാകട്ടെ എന്ന്. അത് വളരെ അതേ സമയം തന്നെ നമ്മുടെ ചാൾസ് ശോഭരാജ് ഇതുപോലെ തന്നെ ഒരു ഗുണയിസ്രായിരുന്നു. അദ്ദേഹം മോഷ്ടാവുമായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ടായിരുന്നുള്ള കേരള ശബ്ദത്തിലല്ലേ പരമ്പരയായിട്ട് പുതിയ സിനിമ വന്നല്ലോ, എന്താ ആ കളങ്കാവൽ. ഇത് ഏതാണ്ട് സമാനമായ സാധനമല്ലേ? ഇതിനകത്ത് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ മുമ്പിലുള്ളത്
വളരെ മനോഹരമായ ഒരു കഥാപാത്രമുണ്ട്, ഹിറ്റ്ലർ. അയാളും അയാളുടെ അച്ഛനും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ പ്രശ്നമാണ് ഈ 60 ലക്ഷം ജനങ്ങളെ കൊലപാതകത്തിലേക്ക് ചെറുത്തിലേക്ക് ഒരു ചെറിയ മനോവൈകല്യം കൊണ്ട് എത്ര മനുഷ്യന്റെ ജീവൻ. അതായത് നമുക്ക് ആ കാലഘട്ടത്തിൽ 2 ഉദാഹരണങ്ങളുണ്ട്. വിശന്ന് വയറ് നട്ടലിനോട് ഒട്ടിയിട്ടും ആ ഒട്ടലിലെ ആ ചൂടിനോട് ചേർത്ത് വെച്ച് മകനെ തലവലിച്ച ഒരു അമ്മയുടെ കഥയുണ്ട്. ആ മകൻ ഇപ്പോഴും നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ചാർലി ചാപ്ലിൻ. ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചോദ്യം, അതായത് രാഹുൽ തീർന്നു അതോ ബിൽ ക്ലിന്റനെ പോലെ മോണിക്ക ലെവിൻസ്കിയുമായിട്ടുള്ളത് വളരെ പ്രമാദമായിട്ടുള്ള ബന്ധങ്ങളായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ തന്നെ സ്റ്റാഫായിരുന്ന മോണിക്ക ലെവിൻസ്കി കൊടുത്ത പരാതി എന്ന് പറയുന്നത് ഏതാണ്ട് ആന്റണി രാജുവിനെ അതിശയിപ്പിക്കുന്ന തരത്തിലൊരു പരാതി. അതിലേക്ക് നമ്മൾ പോകുന്നില്ല, ആ അസഭ്യമായ കാര്യങ്ങൾ പറയേണ്ടി വരും, അത് വേണ്ട. പക്ഷേ ഇത് തീർന്നോ? രാഹുൽ മാങ്കൂട്ടത്തിൽ തീർന്നിട്ടില്ല. കാരണം ഇന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു നേതാവാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. അതിന്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചർച്ച ചെയ്യാൻ. കേരള സൊസൈറ്റിയിൽ വന്നിരിക്കുന്ന ഒരു വാല്യൂ ഷിഫ്റ്റ് ആണ് ഇവിടെ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏത് വൃത്തികേടുകളും നമ്മൾ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് മലയാളി ഉപയോഗിച്ചിട്ടിരുന്ന ഏറ്റവും വലിയ തെറിവാക്കുകൾ, ഈ തെറിവാക്കുകൾ ഇന്ന് ഔദ്യോഗിക ഭാഷയായിട്ട് തന്നെ അംഗീകരിക്കുന്ന രീതിയിലാണ് ഹൈക്കോടതിയിൽ ചുരുളി സിനിമ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം. അതേ ഭാഷ ഉപയോഗിച്ചിട്ട് നോവലിന് നിങ്ങൾക്ക് വിരുദ്ധാഭിപ്രായം ഉണ്ടെങ്കിലും സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും കിട്ടിയിരിക്കും. ചുരുളിക്കല്ല, മറ്റേ ഞാൻ പേര് പറയുന്നില്ല, നമ്മുടെ വയലാർ അവാർഡ് കിട്ടിയ നോവലും സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നോവലും മീശയ്ക്ക്. അപ്പൊ എത്ര ഉദാത്തമായ നോവലാണെങ്കിൽ അപ്പൊ ഇങ്ങനെയുള്ള ഒരു പിന്നെ അതുപോലെ നമുക്ക് വ്യഭിചാരത്തിനെ സെക്സ് വർക്കാക്കി മാറ്റി. സെക്സ് വർക്ക്, അതെ. മദ്യപാനത്തിനെ നമ്മളുടെ വീട്ടിലെ അന്തസ്സാക്കി മാറ്റി. ശരിയാണ് അല്ലേ? വീട്ടിലാണ് ഇനിയിപ്പോ IT പാർക്കുകളിൽ മദ്യഷാപ്പുകൾ വരുന്നു. അടുത്ത 3ാം സർക്കാർ വരികയാണെങ്കിൽ സ്കൂളുകളിലേക്കും പബ്ബുകൾ വരും. ഈ 3ാം പിണറായി സർക്കാർ വരികയാണെങ്കിൽ അതിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് ഇവിടെ ലഹരി വസ്തുക്കൾ പോലും ലീഗലൈസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും. അതിന്റെ ആവശ്യം ഉയർന്നു വരുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ ഇത് അവിടെയാണ് അതിന്റെ മൂല്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സാധനം. സാറ് പറഞ്ഞു ഞാൻ നമുക്ക് സമയക്കുറവുണ്ട്. ഒരു മിനിറ്റ് ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ. അല്ലെങ്കിൽ 2 കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. ഒന്ന്, കുഞ്ഞാലിക്കുട്ടിയുടെ കേസിൽ ഒരു പെൺകുട്ടി പോലും പരാതിക്കാരല്ല. നമ്മുടെ മീഡിയയും കുഞ്ഞാലിക്കുട്ടിയുടെ തന്നെ സ്വന്തം പാർട്ടിയുടെ മീഡിയയും ആണ് അത് ഇഷ്യൂ ആക്കിയെടുത്തത്. നമ്മുടെ കപട സദാചാരമാണ് സത്യത്തിൽ അത് ഇഷ്യൂ ആയതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പിന്നെ അദ്ദേഹം ഭരണകൂടത്തെ വിലക്കെടുത്തിട്ട് എങ്ങനെ ഇതിൽ പ്രതി ചേർത്ത് ഒരു ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഇവരൊക്കെ ഹീറോ ആവും ചിലപ്പോൾ. ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞാലിക്കുട്ടി പണം കൊടുത്ത് പരാതികൾ ഇല്ലാതാക്കാനും കോടതികളെ വിലക്ക് വാങ്ങാനും ജഡ്ജിമാർ വാങ്ങിയ കാശിന്റെ കണക്കൊക്കെ അയാൾ എനിക്ക് തോന്നുന്നു അഴിമതി രാഷ്ട്രീയം കൊണ്ട് ഉണ്ടാക്കിയ കാശ് മുഴുവനും അതിലേറെയും ഈ ചെലവാക്കിയിട്ട് ഇടത്തട്ടുകാർക്ക് കൊടുത്തും തട്ടിയെടുത്തും ഒക്കെ. ഓക്കെ, അതുകൊണ്ട് അതേ സമയത്ത് എനിക്ക് മറ്റൊന്നിലും വിശ്വാസമില്ലെങ്കിലും ദൈവത്തിന്റെ ശാപത്തിൽ വിശ്വാസമില്ലാത്ത എനിക്ക് പെൺകുട്ടിയുടെ ശാപത്തിൽ വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഒരുപടി പെൺകുട്ടികൾ ഇവനെ ശപിച്ചിട്ടുണ്ടാവണം. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാം. സാറ് പറഞ്ഞ ഈ പണം കൊടുത്തു അല്ല, നമ്മുടെ ക്ലിന്റന്റെ കേസ് പറഞ്ഞ ബിൽ ക്ലിന്റന്റെ കേസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ പാർലമെന്ററി സമ്പ്രദായത്തെക്കാൾ അങ്ങേയറ്റം ആദരിക്കപ്പെടേണ്ട ഒന്നാണ് അമേരിക്കൻ പാർലമെന്ററി സമ്പ്രദായം എന്ന് ഞാൻ പറയും. എൻ്റെ രാജ്യത്തിന്റെ പാർലമെന്ററി സമ്പ്രദായത്തോടുള്ള സകല ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഒരു കമ്പാരിസൺ സാധ്യമാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വ്യക്തി ജീവിതത്തിൽ എത്ര ഉദാഹരണമായിക്കോ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, പക്ഷേ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പാർലമെന്റിൽ നുണ പറയരുത്. മോണിക്ക ലെവിൻസ്കിയുടെ പാവാടയിൽ ബിൽ ക്ലിന്റന്റെ സ്പേം ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ കേസ്. അത് പാർലമെന്റിൽ നുണ പറഞ്ഞു, അതല്ല എന്ന് പറഞ്ഞു, മറിച്ചാണെന്ന് തെളിഞ്ഞപ്പോഴാണ് ബിൽ ക്ലിന്റൺ ശിക്ഷ കൊടുക്കുന്നത്. നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ സാർ, ഭൂമിയിൽ എന്ത് നുണയും വിളിച്ചു പറയാവുന്ന ഒന്നാണ് നമ്മുടെ പാർലമെന്റ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ ബിൽ ക്ലിന്റൺ കിട്ടിയ ഒരു പരിഗണനയോ അല്ലെങ്കിൽ ബിൽ ക്ലിന്റന് കിട്ടിയ ശിക്ഷയോ നമ്മുടെ സിസ്റ്റം ഈ മാതിരി രാഷ്ട്രീയ നേതാക്കൾക്കൊന്നും. അതിനകത്ത് അമേരിക്കൻ സിസ്റ്റത്തിൽ വേറൊരു പ്ലസ് പോയിന്റ് ഉണ്ട്, സമയം കുറവാണെങ്കിലും പറയാതിരിക്കുന്ന നിർത്തില്ല. കാര്യം അവരവരുടെ വ്യക്തികളുടെ മനഃശാസ്ത്രം പോലും അമേരിക്കൻ ജനത നോക്കുന്നുണ്ട്. അതെ, കറക്റ്റാണ്. കാരണം അവരെങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തനാണോ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സർ. ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു സൈക്കോപാത്തിനെ കോൺഗ്രസ് പാർട്ടി വളർത്തിക്കൊണ്ടുവന്നല്ലോ. അതാണ് അവരെന്ത് പഠനം നടത്തിയതിനെ കുറിച്ച്. ഇത്രയേറെ പരാതികൾ, എത്ര പെൺകുട്ടികളുടെ പരാതികൾ KPCCയിൽ വന്നു.
ഇവർ ഒരിക്കൽ പോലും ഇവനെ സൈക്കോളജിക്കലി ഒരു സ്റ്റഡി നടത്താൻ തയ്യാറായില്ല. അങ്ങനെ ഒരു രണ്ടാലും സമയം പോയി. അല്ല, എടുത്തോട്ടെ, സമയം എടുത്തോട്ടെ. ഒരു കാര്യം കൂടെ പറയാം. കാരണം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ പരാജയമുണ്ട്. അതുകൊണ്ടല്ലേ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു വ്യക്തിയുടെ അടുത്ത് 2-3 വാചകങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തി ഓരോ സാഹചര്യത്തിന് അനുസരിച്ചിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയാണ്. അത് അറിഞ്ഞിരിക്കണം. ഒരു മാധ്യമപ്രവർത്തനം അറിയാനുള്ള ശേഷി ഉണ്ടാവണം. അത് അറിഞ്ഞിട്ട് വേണം മാധ്യമപ്രവർത്തകൻ ഒരു വ്യക്തിയെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്. നമ്മുടെ മാധ്യമങ്ങൾക്കൊന്നും കഴിയുന്നില്ല. എത്ര കൊടും ക്രിമിനൽസിനെയാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെ വളരെ സ്റ്റാറുകളാക്കി അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും ഇപ്പോഴും മുൻകൂട്ടി കരുതിക്കൂട്ടി ക്രൈം എക്സിക്യൂട്ട് ചെയ്ത വ്യക്തികളെ സാമൂഹ്യ നിരീക്ഷകരായിട്ട് ഞാനിതിൽ കാണിയാണ്. നിങ്ങൾ മനോരമക്കാരും മാതൃഭൂമിക്കാരും പറയണം. വളരെ ശരിയായിട്ടൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. സത്യമാണ്, അല്ല അനുഭവസ്ഥര് തന്നെ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ആരാധിച്ചിരുന്നു പത്രക്കാരെന്നുള്ള, അദ്ദേഹത്തെ ഘോഷയാത്രയായി കൊണ്ട് നടന്നിരുന്നവരും പത്രക്കാർ തന്നെയാണ്. ഇപ്പോൾ VD സതീശനെ എങ്ങനെ കൊണ്ട് നടക്കുന്നു അതുപോലെ തന്നെ കയ്യിൽ ഇങ്ങനെ കൊണ്ടു നടന്ന വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ എല്ലാം പൊളിഞ്ഞു കഴിഞ്ഞല്ലോ. അതുപോലെ തന്നെ മാഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് പറയാം. അതായത് റിച്ചാർഡ് നിക്സൺ രാജിവെക്കേണ്ടി വന്നത് പാർലമെന്റിനോട് കള്ളം പറഞ്ഞതുകൊണ്ടാണ്. അതുപോലെ ബിൽ ക്ലിന്റന് രാജിവെക്കേണ്ടി വന്നത് പാർലമെന്റിനോട് കള്ളം പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ കള്ളം തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആണ് രാഹുലെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ നാട് കടത്തേണ്ടതാണെന്നുള്ളതാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും നിയമസഭയിൽ ഉണ്ടാവും. കാരണം നിയമസഭ അതിനൊക്കെ രക്ഷിക്കും എല്ലാ നുണയന്മാരെയും. അദ്ദേഹം പറഞ്ഞ പോലെ PK കുഞ്ഞാലിയെ പോലെ പിന്നെയും അദ്ദേഹം നേതാവായിട്ട് വിലസും. സാധ്യതയുണ്ട്. സാറ് പറഞ്ഞ ഒരു ഈ സിസ്റ്റം ഒക്കെ അതിന് സൊസൈറ്റി ആ രീതിയിലേക്ക് മാറി ഭാഗമാണ്. തീർച്ചയായും.